വിജയകുമാർ, ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ ഈ എൻ വാസുവിന് എതിരായിരുന്നു എന്ന് വേണമല്ലോ അല്ലേ മനസ്സിലാക്കാൻ? ഈ ഇമെയിലിന്റെ കാര്യം മാത്രമല്ല, മറിച്ച് എല്ലാ കാര്യങ്ങളിലും ഈ തട്ടിപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എൻ വാസുവിന് അറിവുണ്ടായിരുന്നു എന്നുള്ള ഉദ്യോഗസ്ഥ മൊഴികൾ കൂടി ഇപ്പോൾ SITക്ക് കിട്ടിയിട്ടുണ്ടാകുമല്ലോ അല്ലേ എസ് വിജയകുമാർ? ഇക്കാര്യത്തിൽ നമുക്ക് SIT കോട്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മുന്നിലുള്ള രേഖ എന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടാണ്. ഇതിൽ വാസുവിന്റെ റോൾ എന്തായിരുന്നു എന്നതിൽ ആ ഘട്ടത്തിൽ SITക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരുപക്ഷെ മൂന്നാം പ്രതിയായി വാസു വരും ഈ കേസിൽ എന്ന സൂചന അതോടുകൂടി ശക്തമാവുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ പ്രതിയാകും വാസു എന്നതിൽ തർക്കമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് വാസുവിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല, വാസുവിനെ സർക്കാർ സംരക്ഷിക്കുകയാണ്, രാഷ്ട്രീയ സംരക്ഷണം വാസുവിന് കിട്ടുന്നുണ്ട് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് വന്നത്. ഉന്മേഷ് ചോദിച്ചതുപോലെ ഇതിൽ പുറത്തു വന്ന അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് കിട്ടിയ മൊഴികളിൽ വാസുവിന്റെ റോൾ സംബന്ധിച്ച് ഈ പറയുന്ന മുരാരി ബാബു ഉൾപ്പെടെ ബൈജു ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ അദ്ദേഹത്തിനെതിരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മുരാരി ബാബുവിന് ആ സമയത്ത് എഴുതിയ മഹസറിൽ ആ മഹസർ എഴുതുന്ന സമയത്ത് ദേവസ്വം ബോർഡിൽ ഏറ്റവും അധികാരമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു വാസു. അദ്ദേഹം എന്തുകൊണ്ട് അതിൽ ഇടപെട്ടില്ല എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരു ഉദ്യോഗസ്ഥന്റെ അനുഗ്രഹമില്ലാതെ, അനുവാദമില്ലാതെ മുരാരി ബാബുവിനെ പോലെ സാധാരണ ഒരു ഇടത്തരം ഉദ്യോഗസ്ഥൻ, ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രമാണിയായ ഉദ്യോഗസ്ഥനായിരുന്നില്ല അന്ന് മുരാരി ബാബു. അത്തരം ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു മഹസർ എഴുതാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. അന്ന് മുരാരി ബാബു ഓർമ്മയുണ്ടോ? അപ്പോൾ ഉന്മേഷ് പക്ഷേ മുരാരി ബാബു അറസ്റ്റിലാകുന്നതിന് മുമ്പ് മുരാരി ബാബുവിന്റെ റോൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ തേടിയപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച് അന്ന് മുരാരി ബാബു ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം, ഞാനൊന്ന് എഴുതിയാൽ അത് അതേപോലെ പാലിക്കണമെന്നുണ്ടോ, എനിക്ക് മുകളിൽ ആളുകളില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. മുരാരി ബാബു അറസ്റ്റിലാകുന്നതിനും പ്രതിയാകുന്നതിനും മുമ്പാണ് ആ ചോദ്യം ഉയർന്നു വന്നത്. അദ്ദേഹം ചോദിച്ചത്, ഞാനന്ന് അങ്ങനെ മഹസറിൽ എഴുതി എന്നതുകൊണ്ട് അത് നടപ്പാകണമെന്നുണ്ടോ, എനിക്ക് മുകളിൽ ഇത് വായിക്കുന്നവരും അറിയുന്നവരും ഇല്ലേ, എന്നെ നിയോഗിച്ചവരില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടയാൾ വാസു തന്നെയാണ്. വാസു കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം എഴുതിയതെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അത് തിരുത്തിയില്ല, അത് റിപ്പോർട്ട് ചെയ്തില്ല, അതിന് അനുമതി കൊടുത്തു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അത്തരം ഘട്ടത്തിൽ പോലും ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ ഇതിൽ മുരാരി ബാബുവിനെ തിരുത്തുകയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിലക്കുകയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന് കൊള്ളയ്ക്ക് എതിരെ ചെറുവിരൽ അനക്കുകയോ ചെയ്തിട്ടില്ല വാസു എന്നത് രേഖാമൂലം നമ്മളുടെ മുന്നിൽ വന്ന മുഴുവൻ തെളിവുകളും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിഷ്കളങ്കത നടിക്കുക വാസുവിന് കഴിയില്ല. വാസു ആദ്യം ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിലിനെ പറ്റി ചോദിച്ചപ്പോൾ അങ്ങേയറ്റം നിഷ്കളങ്കമായി അത്തരം ഒരു മെയിൽ എനിക്ക് കിട്ടിയിരുന്നു, അതിൽ നടപടിയൊന്നും സ്വീകരിച്ചില്ല, അത് ഞാൻ കൺസിഡറേഷൻ ഒരു പരിഗണനയ്ക്ക് വേണ്ടി ബോർഡിലേക്ക് അയക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ ദ്വാരപാലക ശില്പത്തിൽ മിച്ചം വരിക സ്വർണം അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന ചോദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചില്ല. കട്ടിളപ്പാളിയിലെ സ്വർണത്തിൽ എങ്ങനെയാണ് മിച്ചം വരിക എന്ന ചോദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് വാസു ചോദിച്ചില്ല. തന്നെയുമല്ല 2024 വീണ്ടും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതേ ദേവസ്വം ബോർഡിൽ നിന്നും ഇതൊക്കെ നടത്തിലെടുത്ത് പോവുകയും ചെയ്തു. അപ്പോൾ അന്ന് തടഞ്ഞില്ല എന്ന് തന്നെയല്ല, വീണ്ടും അയാൾക്ക് അവസരം കിട്ടുന്ന തരത്തിൽ ഇടപെടൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്തു എന്നത് കേവലം ഒരു നിഷ്കളങ്കതയല്ല, കേവലം അജ്ഞതയല്ല, മറിച്ച് അതിലെ കോൺസ്പിറസി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനയുടെ കണ്ണിയായി വാസു പ്രവർത്തിച്ചു എന്ന് SIT കരുതുന്നത് ഈ സംഭവ പരമ്പരകളുടെ അത് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ചിത്രമുണ്ട്, ഒരു ഗൂഢാലോചനയുടെ ചുരുളുണ്ട്. അതാണ് SIT അഴിക്കുന്നത്. അത് ഇപ്പോൾ വാസുവിലാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ വാസുവിൽ അവസാനിക്കുന്നതല്ല, അതിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളതാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ ഇനി അടുത്തത് 2019 ബോർഡ് 2019 ബോർഡിൽ വാസു പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് പത്മകുമാറാണ് ആ ബോർഡിൽ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ വാസു അവിടെ ദേവസ്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കമ്മീഷണറായി ഉണ്ടായിരുന്നത്. അപ്പോൾ കമ്മീഷണർ അറിയാതെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ബോർഡും അറിയാതെ മുരാരി ബാബുവിന് എങ്ങനെ സ്വർണം ചെമ്പാക്കി മാറ്റാൻ കഴിയും എന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി വാസു പറഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡിലെ ആരെങ്കിലും ഉദ്യോഗസ്ഥരും പറഞ്ഞതായി നമുക്കറിയില്ല. അപ്പോൾ വാസുവിൽ അവസാനിക്കുന്നില്ല, അടുത്തത് ആ ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളും അടങ്ങുന്ന സംവിധാനത്തിലേക്കായിരിക്കും. അതുകൂടാതെ കോടതി നിരന്തരമായി ചോദിക്കുന്നുണ്ട്, ഈ ബോർഡ് അന്നത്തെ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ
അതിനെ ഒത്താശ ചെയ്യാൻ ആ ഗൂഢാലോചനയിൽ പങ്കാളി എന്ന മട്ടിൽ പ്രവർത്തിച്ചില്ലേ എന്ന ചോദ്യം ഈ ബോർഡിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ബോർഡിലും തീരില്ല. അത് വീണ്ടും 2024 രൂപീകൃതമായ ഇപ്പോൾ കാലാവധി കഴിഞ്ഞ ബോർഡിലേക്കും വരും. അവിടെ ആയിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ അവസാനം എന്ന് നമുക്ക് സംശയിക്കാം. എന്തായാലും ഇത് ഒരു തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊള്ളയുടെ ചുരുളിൻ്റെ ആദ്യഘട്ടം അഴിഞ്ഞു തീരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വാസു നിൽക്കുന്നുണ്ട്. പക്ഷെ അത് അവിടെയും അവസാനിക്കുന്നില്ല, അത് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഏത് ഘട്ടം വരെ പോകും, ഏത് നില വരെ പോകും എന്നാണ് ഇനി അറിയാനുള്ളത്. അതിൽ കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി SITക്ക് പറയേണ്ടി വരും. ഇതുവരെ SIT ചെയ്തത് പെർഫെക്റ്റ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ വഴിയിലൂടെ തന്നെ SIT പോയാൽ അത് ഒരുപക്ഷെ കുറെ കൂടി ഉന്നതരിലേക്ക് പോകും. അവിടെ ആയിരിക്കാം അതെത്തുക. അതിലേക്ക് നീങ്ങുമോ SIT എന്നാണ് ഇനി അറിയാനുള്ളത്. എസ് വിജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ന്യൂസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിരിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായിരുന്ന N വാസു അറസ്റ്റിലായിരിക്കുന്നു. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്ന വിവരം കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. നിർണായകമായ ഒരു നീക്കമാണ് ഈ കേസിൽ ഇപ്പോൾ SIT നടത്തിയിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി നടത്തിയ സംശയങ്ങളടക്കം, ഉന്നയിച്ച ചോദ്യങ്ങളടക്കം അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ SIT നീക്കമെന്നുകൂടി വ്യക്തമാവുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.